Dear students, in the self-occupied house there are some special notes to note down. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യുവേഷൻ നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടു. ചെറിയ രണ്ട് പ്രോബ്ലംസ് വി ജസ്റ്റ് വർക്ക്ഡ് ഔട്ട്. ഇനി നമുക്കിതിൽ എന്തൊക്കെയാണ് ചില സ്പെഷ്യൽ പോയിൻറ്റ്സ് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻറ്റ് ഈസ് ഹൗസ് സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ ആൻഡ് ലെറ്റ് ഔട്ട് ഫോർ ദി അതർ പാർട്ട് അല്ലെങ്കിൽ അതർ ഹാഫ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഫുള്ളായിട്ടൊരു വീട് സെൽഫ് ഒക്യുപ്പൈ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് നാൾ നമ്മൾ സെൽഫ് ഒക്യുപ്പൈ ചെയ്തിട്ട് ബാക്കിയുള്ള സമയം അത് റെൻ്റ് ഔട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ സെൽഫ് ഒക്യുപ്പൈഡും ലെറ്റ് ഔട്ടും മാറി വരാറുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ, അതായത് ഇഫ് ഇറ്റ് ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ എ പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ ആൻഡ് അതർ പാർട്ട് ഇസ് ലെറ്റ് ഔട്ട്, ദെൻ ദ ഹൗസ് ഇസ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ ലെറ്റ് ഔട്ട് ആയിട്ട് കണക്കാക്കിയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ വാല്യുവേഷൻ ചെയ്യുക. അത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ജസ്റ്റ് തിയറി ഞാൻ തന്നിട്ടുണ്ട്, നോട്ട് ഡൗൺ ചെയ്യുക. ചെറിയൊരു പ്രോബ്ലമാണ്. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻ്റ് എല്ലാം തന്നിട്ടുണ്ട്. 4 months സെൽഫ് ഒക്യുപ്പൈഡും ബാക്കി അത് ലെറ്റ് ഔട്ടുമായിരുന്നു. അതായത് 8 months ആണ് റെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കുള്ളൂ. 4 months ദ ഹൗസ് ഹാസ് ബീൻ സെൽഫ് ഒക്യുപ്പൈഡ്. അതിൻ്റെ മുനിസിപ്പൽ ടാക്സ് എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കുമ്പോൾ ആക്ച്വൽ റെൻറ്റ് 80,000 വരുള്ളൂ. ബിക്കോസ് 8 monthsനാണ് അത് റെൻറ്റിന് കൊടുത്തിരിക്കുന്നത്, ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എക്സ്പെക്റ്റഡ് റെൻറ്റ് ദറ്റ് ഈസ് ഫെയർ റെൻ്റൽ വാല്യൂ, മുനിസിപ്പൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻറ്റിന് സബ്ജക്റ്റായിട്ട് നോക്കുമ്പോൾ യു മേ കാൽക്കുലേറ്റ് 1 lakh ആണ് നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ വിൽ ബി 1 lakh. ഇവിടെ നോർമലി ലെറ്റ് ഔട്ട് ഹൗസ് എങ്ങനെ വാല്യൂ ചെയ്യുന്നോ അതേപോലെ ചെയ്യുക. ആക്ച്വൽ റെൻറ്റ് എത്ര മാസം കിട്ടിയോ അത്ര മാസം മാത്രം കണക്കാക്കിക്കൊണ്ട് ലെറ്റ് ഔട്ട് ഹൗസായിട്ട് തന്നെ വേണം ഇതിനെ ട്രീറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് നമ്മളിതിൽ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിലും ലെറ്റ് ഔട്ട് ഫോർ ദ ഫുൾ ഇയർ ആയിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മോർ ദാൻ 1 house സെൽഫ് ഒക്യുപ്പൈഡ് ബൈ ദി ഓണർ. ചിലപ്പോൾ നമുക്ക് 2 വീടോ 3 വീടൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രായമായിട്ടുള്ള പാരൻസിനാണെന്നുണ്ടെങ്കിൽ മക്കൾ താമസിക്കുന്ന വീടുകളോ ഇൻലോസ് താമസിക്കുന്ന, അങ്ങനെ പലതരത്തിൽ വീടുകൾ ഉണ്ടായിരിക്കാം. എല്ലാ വീടുകളും മേ ബി സെൽഫ് ഒക്യുപ്പൈഡ് ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നോട്ട് നോക്കൂ. അത് ഒരെണ്ണം, അതായത് നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിൽ എനി 1 house ക്യാൻ ബി ക്ലെയിംഡ് സെൽഫ് ഒക്യുപ്പൈഡ് ആൻഡ് ഓൾ ദി അതർ ഹൗസസ് ആർ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. ബാക്കിയുള്ള വീടുകളെല്ലാം ലെറ്റ് ഔട്ട് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ വാല്യുവേഷൻ ആസ് യൂഷ്വൽ ചെയ്യണം. ഒരു ഹൗസ് മാത്രം വി മേ കാൽക്കുലേറ്റ് ഓർ കമ്പ്യൂട്ടർ കൺസിഡർ ഇറ്റ് ആസ് എ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ആൻഡ് ഓൾ ദി അതർ ഹൗസസ് ആർ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. അങ്ങനെ ഒരു പ്രോബ്ലമാണ് ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. 2 houses ഉണ്ട്, സെൽഫ് ഒക്യുപ്പൈഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫസ്റ്റ് ഹൗസ് ആൻഡ് സെക്കൻഡ് ഹൗസ് ആർ ഗിവൺ. മുനിസിപ്പൽ ടാക്സസ് ആർ പെയ്ഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിട്ടുണ്ട്, ഇറ്റ്സ് 2,20,000. പിന്നെ ഹീ ടുക്ക് എ ലോൺ ഓഫ് ₹40,000 അറ്റ് ദ റേറ്റ് ഓഫ് 15% പെർ ആനം. ഡേറ്റ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഹൗസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദ പ്രീവിയസ് ഇയർ ഓഫ് ദ ഫസ്റ്റ് ഹൗസാണ് 2,20,000. സെക്കൻഡ് ഹൗസിന് വേണ്ടിയിട്ട് 40,000 ഒരു ലോൺ വീണ്ടും എടുത്തിരിക്കുകയാണ് അറ്റ് ദ റേറ്റ് ഓഫ് 15% പെർ ആനം. കൺസ്ട്രക്ഷൻ 2018 കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഹി പെയ്ഡ് ഇൻട്രസ്റ്റ് ദിസ് ഇയർ ഫോർ 2 years. അതായത് 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഒരുമിച്ച് ഈ വർഷമാണ് അയാൾ പേ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഇയറിൽ അയാൾ പേ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മളുടെ ഈ ഇയറിൽ, കറണ്ട് പ്രീവിയസ് ഇയറിൽ ഹി ഹാസ് പെയ്ഡ് 12,600. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കാണാൻ പറ്റും. 12,000 ഇൻട്രസ്റ്റും 2 years ഇൻട്രസ്റ്റും 600 ഇസ് ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ആണ്. ലാസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് കൊടുക്കാത്തതുകൊണ്ട് ആൾക്ക് 600 കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ പ്രീവിയസ് ഇയറിൽ അയാൾ 12,600 ആണ് ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കുന്നത്. പിന്നെ അയാൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹൗസ് ഈസ് സ്പെസിഫൈഡ് ആസ് സെൽഫ് ഒക്യുപ്പൈഡ്. ഫസ്റ്റ് ഹൗസിനെയാണ് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹൗസിനെ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ടായിട്ട് കാണണം. ഫസ്റ്റ് ഹൗസ് സെൽഫ് ഒക്യുപ്പൈഡും സെക്കൻഡ് ഹൗസാണ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ടും. അപ്പോൾ എങ്ങനെ വാല്യുവേഷൻ ചെയ്തിരിക്കുന്നത് നോക്കാം. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ഇസ് വാല്യൂഡ് ആസ് സച്ച്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2,20,000 ആണെങ്കിലും ദർ ഈസ് എ ലിമിറ്റ് ആപ്ലിക്കബിൾ വിച്ച് ഇസ് 2 lakhs. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്യാൻ ബി ഡിഡക്റ്റഡ് അപ് ടു 2 lakh. ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കുന്നു. അതുകൊണ്ട് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിൽ നിന്ന് ദർ ഈസ് എ ലോസ് എമൗണ്ടിങ് ടു 2 lakh. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഫിഗറിൽ അതിനെ കാണിക്കണം, -2 lakhs എന്നുള്ളത് കാണിക്കണം. യു മേ പുട്ട് ഇറ്റ് ഇൻ എ ബ്രാക്കറ്റ്. ദെൻ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ കേസിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഗ്രോസ് ആനുവൽ വാല്യൂ 12,000 ആണ് വരിക. മുനിസിപ്പൽ ടാക്സസ് മൈനസ് ചെയ്യുമ്പോൾ ആനുവൽ വാല്യൂ 10,800 കിട്ടും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നോർമലി ഡിഡക്റ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കേസിൽ നമുക്ക് നോർമലി ഒരു ഇയറിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ സ്പെഷ്യൽ നോട്ട്സ് ആർ ഗിവൺ ഇൻ ദ നെക്സ്റ്റ് പേജ്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ എക്സ്പ്ലനേഷൻ നേരിടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ലോണ് ഡ്യൂ ബേസിസിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾ ഈ ഇയറിൽ പേ ചെയ്തില്ലെങ്കിലും ദാറ്റ് എമൗണ്ട് ക്യാൻ ബി
ദാറ്റ് എമൗണ്ട് ഇസ് ഡിഡക്റ്റബിൾ. അപ്പോൾ അക്രൂവൽ ബേസിസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്റ്റബിൾ ആണ്. അപ്പോൾ ആ ഇയറിൽ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അയാൾ ലാസ്റ്റ് ഇയറിലേത് പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ പോലും അയാൾക്ക് ആ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അവിടെ ഡിഡക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അയാൾ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ ദിസ് ഇയറിൽ എത്ര ഇൻട്രസ്റ്റ് അടച്ചാലും കറണ്ട് ഇയറിലെ ഇൻട്രസ്റ്റ് മാത്രമേ അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 40,000-ൻ്റെ 15% ആയിട്ടുള്ള 6,000 മാത്രമേ ഡിഡക്റ്റബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ അൺപെയ്ഡ് ഇൻട്രസ്റ്റിൻ്റെ മീതെയുള്ള ഇൻട്രസ്റ്റും നമുക്ക് ഡിഡക്റ്റബിൾ അല്ല. അതുകൊണ്ട് ഓൺലി 6,000 ക്യാൻ ബി ക്ലെയിംഡ് ഓൺ ലെറ്റ് ഔട്ട് ഹൗസ്. അപ്പോൾ അത്രയും കഴിച്ച് കഴിയുമ്പോൾ ഇൻകം ഫ്രം HP വരുന്നത്, സെക്കൻഡ് ഹൗസ് വരുന്നത് 1,560. ഇത് രണ്ടും കൂടി സെറ്റ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻകം ഫ്രം HP കമ്പ്യൂട്ട് ചെയ്യുക. ബിക്കോസ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൽ നിന്ന് 2 lakhൻ്റെ ലോസും ലെറ്റ് ഔട്ട് ഹൗസിൽ ഒരു 1,560 ഇൻകവുമാണുള്ളത്. അത് സെറ്റ് ഓഫ് ചെയ്യാമെന്നാണ് പറയുക. അപ്പോൾ നമുക്ക് -2 lakh + 1,560 ചെയ്യുമ്പോൾ മൈനസ് ഫിഗർ തന്നെയാണ് കിട്ടുക. ദാറ്റ് മീൻസ് ദാറ്റ് ഈ മിസ്റ്റർ എക്സിന് ടോട്ടൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ദർ ഈസ് എൻ റിസൾട്ടിങ് ലോസ് ഓഫ് ₹1,98,440. അങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് നിങ്ങൾ എഴുതി കാണിക്കണം. 2 lakh ലോസും 1,560 പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ 1,98,440 ആണ് അയാളുടെ ഇൻകം ഫ്രം HP. ദാറ്റ് ഈസ് എ ലോസ് ഫ്രം HP ആണ്. ഓക്കെ, അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ നോട്ടാണ് അത്, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഞാൻ പറഞ്ഞു തന്ന പോയിൻ്റ് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പോയിൻറ്റും കൂടി ഇതിൽ നമ്മൾ അറിയാനുണ്ട്. ഏതെങ്കിലും അരിയേഴ്സ് ഓഫ് റെൻറ്റോ റിയലൈസ് ചെയ്യാത്തുള്ള മുൻകാലങ്ങളിലെ റെൻറ്റ് എന്തെങ്കിലും പ്രീവിയസ് ഇയറിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് ഇസ് ആഡഡ് ടു ഇൻകം ഫ്രം HPയുടെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആ ആഡ് ചെയ്യുമ്പോൾ അത്രയും 30% അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അതായത് സപ്പോസ് ഇഫ് ദ SSC ഹാസ് റിസീവ്ഡ് എനി സച്ച് എമൗണ്ട്, ഈ പറഞ്ഞ പോലുള്ള എന്തെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മേക്കിംഗ് ഓൾ ദ കമ്പ്യൂട്ടേഷൻസ് ഈ ഒരു എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി മേ ആഡ് ഇറ്റ് ബാക്ക് ടു ദ ഇൻകം ഫ്രം, നിങ്ങളുടെ ഫൈനൽ എമൗണ്ടിൻ്റെ കൂടെ ഇത് ആഡ് ബാക്ക് ചെയ്യുക ആഫ്റ്റർ ഡിഡക്റ്റിംഗ് 30% ഓഫ് ദി എമൗണ്ട്സ് റിസീവ്ഡ്. അതായത് കിട്ടിയ എമൗണ്ട് ഇപ്പോൾ 1,000 രൂപ കിട്ടിയെന്നുണ്ടെങ്കിൽ 700 രൂപ നിങ്ങൾ കാണിച്ചാൽ മതിയാവും. അത് നിങ്ങൾ ഇൻകം ഫ്രം HPയോട് കൂടി ആഡ് ചെയ്യണമെന്നാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും 3 പോയിൻറ്റ്സാണ് അപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ്, ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഹൗസ് സെൽഫ് ഓക്യുപ്പൈഡ് ഫോർ എ പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ, ലെറ്റ് ഔട്ട് ഫോർ ദ അതർ പാർട്ട് ആകുമ്പോൾ നമ്മൾ ഫുൾ ഹൗസിനെ ലെറ്റ് ഔട്ടായിട്ട് കണക്കാക്കുന്നു. അടുത്ത പോയിൻറ്റ്, മോർ ദാൻ 1 ഹൗസ് സെൽഫ് ഓക്യുപ്പൈഡ് ഉണ്ടെങ്കിൽ ഒരു ഹൗസ് സെൽഫ് ഓക്യുപ്പൈഡും ബാക്കിയുള്ളതിനെ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ടായിട്ട് കാണണം. പിന്നെ അരിയേഴ്സ് ഓഫ് റെൻറ്റ് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻകം ഫ്രം HPയോട് കൂടി ആഡ് ചെയ്യാം ആഫ്റ്റർ ഡിഡക്റ്റിംഗ് 30%. അത് ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ ഒരു മൈനസ് വരുന്നതാണ്. അത്രയും എമൗണ്ട് നമുക്ക് അവിടെ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടിനെ ആഡ് ബാക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രസൻറ്റേഷനായി കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു. സീ യു ടുമോറോ. ബൈ.